Hi all, welcome back to the Comic Rails. So, it looks like Marvel Studios big plans ചെയ്യുന്നു for Avengers Doomsday, including script rewrite ചെയ്യാൻ. ഒരു പുതിയ റിപ്പോർട്ട് പ്രകാരം അവഞ്ചേഴ്സ് എൻഡ് ഗെയിം കഴിഞ്ഞതിന് ശേഷം നടന്ന എല്ലാ മൂവീസും ഷോസും നോൺ കാനോൺ ആകാം എന്നാണ്. ഇത് വളരെ ക്രേസി ആയി തോന്നിയാലും മാർവൽ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറീസും ക്യാരക്ടേഴ്സും മാത്രം റിട്ടേൺ ചെയ്യുമെന്നാണ് സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം പുതിയ സ്റ്റോറി എൻഡ് ഗെയിം ശേഷം ഡയറക്റ്റ് പിക്ക് ചെയ്യും. ഫോക്കസ് സ്റ്റീവ് റോജേഴ്സിന്റെ റിയൽ ക്യാപ്റ്റൻ അമേരിക്ക ലൈഫ് പെഗ്ഗിയോടൊപ്പം. ഇത് ക്രിസ് എവൻസും ഹെയ്ലി അറ്റ്വെലും ഡൂംസ്ഡേ സെറ്റിൽ സീൻ ഷൂട്ട് ചെയ്തതിന് മാച്ച് ചെയ്യുന്നു. ഇവൻസ് ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ഷേപ്പിലാണ് എന്നതും ഫാൻസ് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കൂടി സജസ്റ്റ് ചെയ്യുന്നത് സ്റ്റോറിയുടെ സെന്റർ സ്റ്റീവ് റോജേഴ്സ്, റോബർട്ട് ഡോണി ജൂനിയർ, അയൺമാൻ ആൻഡ് ഡോക്ടർ ഡൂം ആകും. കെവിൻ ഫാഗി ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട് ഫാന്റാസ്റ്റിക് ഫോർ, വക്കാണ്ട, തണ്ടർബോൾട്സ്, ന്യൂ അവഞ്ചേഴ്സ് എല്ലാം വരുമെന്ന്. പക്ഷേ സ്പോട്ട്ലൈറ്റ് ഡൂമും ക്യാപ്റ്റൻ അമേരിക്കയും ആകും. നോൺ കാനോൺ എന്നതിന്റെ അർത്ഥം മാർവൽ എല്ലാം ഇറേസ് ചെയ്യില്ല, പക്ഷെ അൺപോപ്പുലർ സ്റ്റോറീസ് ഇറേസ് ചെയ്യും. ലോക്കി ആൻഡ് വാണ്ടാവിഷൻ പോലുള്ള ഷോസ് ഇമ്പോർട്ടന്റ് ആണ്, അവയെ റിമൂവ് ചെയ്യില്ല. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്, ഫാന്റാസ്റ്റിക് ഫോർ, തണ്ടർബോൾട്സ് ഒക്കെ ഡൂംസ്ഡേയിൽ കണക്ട് ചെയ്യും. പക്ഷേ സീക്രട്ട് ഇൻവേഷൻ മാർവൽ ഇറേസ് ചെയ്യുമെന്നാണ് റൂമേഴ്സ്. ഷീഹൾക്ക്, മൂൺനെറ്റ്, ഈവൻ വാണ്ട പോലുള്ള ക്യാരക്ടേഴ്സ് സൈലന്റ് ആകുമെന്ന് റൂമേഴ്സ് ഉണ്ട്. ഇത് മാർവൽ ഒരു ക്ലീൻ സ്ലേറ്റ് തരും, സ്ട്രോങ് ക്യാരക്ടേഴ്സും സ്റ്റോറീസും ഫോക്കസ് ചെയ്യും. റിപ്പോർട്ടിന്റെ സെക്കൻഡ് പാർട്ട് പറയുന്നത് വലിയ റീസെറ്റിനെ കുറിച്ചാണ്. മൾട്ടിവേഴ്സ് ഡിസ്ട്രക്ഷനും ബാറ്റിൽ വേൾഡ് ക്രിയേഷനും ഡിസിയുടെ ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്ത്സ് പോലെ മൾട്ടിപ്പിൾ യൂണിവേഴ്സസ് മെർജ് ചെയ്ത് ഹിസ്റ്റോറിയും മെമ്മറിയും റീറൈറ്റ് ചെയ്യും. അവഞ്ചേഴ്സ്, സ്പൈഡർമാൻ, ഫാന്റാസ്റ്റിക് ഫോർ പോലുള്ള ക്യാരക്ടേഴ്സ് റിമെയിൻ ചെയ്യും, പക്ഷെ ഒരു ഫ്രഷ് കണ്ടിന്യൂറ്റി ഉണ്ടാകും. ഇത് മാർവലിന് ഒരു പോസിറ്റീവ് ആകുന്നു, കാരണം എൻഡ് ഗെയിം കഴിഞ്ഞതിനു ശേഷം ഫേസ് 4 and 5 റഷായി. ഡിസ്നി പ്ലസ് പ്രഷർ, ക്രിയേറ്റീവ് ബേൺഔട്ട്, ജോണതൻ മേജേഴ്സ് കോൺട്രവേഴ്സി ഇതൊക്കെ ക്വാളിറ്റി ഡിസ്ട്രോയ് ചെയ്തു. മാർവൽ തന്നെ അഡ്മിറ്റ് ചെയ്തു ക്വാണ്ടിറ്റി ഫോക്കസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞു എന്ന്. ഇപ്പോൾ കെവിൻ ഫെയ്ഗി മൂവീസ് മാത്രം സൂപ്പർവൈസ് ചെയ്യുന്നതുകൊണ്ട് ഡൂംസ്ഡേ മാർവലിന് റീബിൽഡ് ചെയ്യാൻ ഒരു ചാൻസ് ആണ്. അവസാനം അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഡോക്ടർ ഡൂമിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു മാസീവ് ഷോഡൗൺ മാത്രമല്ല, MCU സോഫ്റ്റ് റീബോട്ടും ആകും. ആൻഡ്മാൻ, അവഞ്ചേഴ്സ്, സ്റ്റീവ് റോജേഴ്സ് പോലെ ലെഗസി മെയിൻറ്റെയിൻ ചെയ്യും. വീക്ക് പ്രൊജക്ട്സിനെ പ്രൂൺ ചെയ്യും. ഇത് ഫ്യൂച്ചർ MCUനെ ഫ്രഷ് ആയി സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കൊടുക്കും. എക്സ്മെൻ, ഫാന്റാസ്റ്റിക് ഫോർ, അവഞ്ചേഴ്സ്, സ്പൈഡർമാൻ എല്ലാം ഒരുമിച്ച്. അപ്പോൾ ഏതൊക്കെ പ്രൊജക്ട് സർവൈവ് ചെയ്യും, ഏതൊക്കെ ഷോസും മൂവീസും വൈപ്പ് ഔട്ട് ചെയ്യപ്പെടും, ഇതൊക്കെ നമുക്ക് ഉടനെ അറിയാൻ പറ്റും. സോ ഈ അപ്ഡേറ്റ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ അണ്ടിൽ ദ നെക്സ്റ്റ് തിയറി ലോഡ്സ്, സ്റ്റേ റീൽ വിത്ത് us.